ഇതാണ് നമ്മുടെ AI ക്യാമറ സിസ്റ്റം. അതായത് ഒരു ഫ്ലാഷ് ലൈറ്റ്, റഡാർ, ക്യാമറ. നല്ലൊരു അവയർനെസ് ആയിരുന്നു ഈ ഒരു ക്ലാസ്. എനിക്കൊരുപാട് സംശയങ്ങൾ തന്നു ഇത്രയും കാലം, അതെല്ലാം അവർ സോൾവ് ചെയ്ത് തന്നു. ഈ അവയർനെസ്സോടുകൂടി കൂടുതൽ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ കുറയുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ലുക്കിംഗ് ഫോർവേഡ്. നമസ്കാരം. റോഡ് സുരക്ഷയിൽ ഒരു പുതിയ ചുവടുവയ്പുമായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ രാജ്യത്തുടനീളമായി പ്രവർത്തനം ആരംഭിച്ച AI ട്രാഫിക് ക്യാമറകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നത്? ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കും ഈ ഗവൺമെൻറ് അതോറിറ്റിയും സംയുക്തമായി ചേർന്നൊരുക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ പൊതുജനങ്ങൾക്ക് നിയമലംഘനങ്ങളെക്കുറിച്ചും ട്രാഫിക് ബോധവൽക്കരണങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നല്ലൊരു യൂസ്ഫുള്ളായ ഒരു ഇൻസെഷനായിരുന്നു. 2 ക്യാമറ അവർ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു എന്തൊക്കെയാണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, എന്തൊക്കെയാണ് വയലേഷൻസ്. ഇതാണ് നമ്മുടെ AI ക്യാമറ സിസ്റ്റം. അതായത് ഒരു ഫ്ലാഷ് ലൈറ്റ്, റഡാർ, ക്യാമറ. ഈ ക്യാമറ മുഖാന്തരമാണ് നിയമലംഘനങ്ങൾ നേരിട്ട് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. അതായത് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, കോ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, നിങ്ങളുടെ എമർജൻസി ലൈനുകൾ ക്രോസ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യപ്പെടുന്ന ക്യാമറയാണിത്. ഈ റഡാർ എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടുവന്ന പോലെ തന്നെ സ്പീഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് 100 km/h ആണെങ്കിൽ അതിൽ 1% ഇൻക്രീസ് ചെയ്താൽ പോലും ഫൈൻ ഈസ് ഫൈൻ. ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല പിറകിൽ നിന്ന് പോലും കൃത്യമായിട്ട് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന വിധത്തിലാണ് AI ക്യാമറകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ബാക്ക് സൈഡ് ക്യാമറ എന്ന് പറയുന്നത്. ഇതിലും നമ്മൾ നേരത്തെ സംസാരിച്ച രീതിയിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, റഡാർ ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറ ഉണ്ട്. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ക്യാമറ കണ്ടതുകൊണ്ട് മാത്രം സ്പീഡ് റിഡ്യൂസ് ചെയ്ത് തൊട്ടടുത്ത സെക്കൻഡിൽ നിങ്ങൾ സ്പീഡ് കൂട്ടി പോകാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ പിറകിൽ നിന്ന് ഒരു ലൈൻ നിങ്ങൾ സിഗ്നലിൽ ക്രോസ് ചെയ്തു, ഈ സിഗ്നലിൽ നിങ്ങൾ ഒരു ലൈനിന് പിറകിലായി വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു അടി മുന്നോട്ട് കയറിയാൽ പോലും ഈ ക്യാമറ പിറകിൽ നിന്ന് അത് ഡിറ്റക്ട് ചെയ്യും. ഇതിൻ്റെ പ്രധാന പ്രശ്നം, മുൻപ് മാനുവലായിട്ട് ചെയ്തിരുന്ന നിങ്ങളുടെ ഫൈനുകളും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക് ആയതിനാൽ വേറൊരു റിഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫൈൻ ഈസ് ഫൈൻ. ഫൈൻ ലഭിച്ചാൽ അത് അടയ്ക്കേണ്ടി വരും. പ്രധാന അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ഈ ട്രാഫിക് ആപ്പ്, മൈഗോവ് ആപ്പ്, ഈ 2 ആപ്പുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വിവരങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ടതാണ്. അവബോധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും പറ്റുമെന്ന് കരുതും. ഈ ക്യാമ്പയിനിലൂടെ ബഹ്റൈനിലെ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും വലിയ ഒരു ആശ്വാസം വിദേശികൾക്കും സ്വദേശികൾക്കും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ട്രാഫിക്കും കുറച്ചും കൂടെയൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവയർനെസ് കൊടുക്കുന്നത് നല്ലതാണ്. രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമായ യാത്രകൾക്കായി ഒരു പ്രവാസി സമൂഹം എന്ന നിലയിൽ ഈ യജ്ഞത്തിൽ നമുക്കും പങ്കാളികളാവാം.